എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാലാമത്തെ സെമിസ്റ്ററിൽ ഓൾജിബ്രയുടെ കണ്ടിന്യൂഷനാണ്. തേർഡ് സെമിസ്റ്ററിൽ നിന്നുള്ള കണ്ടിന്യൂഷനാണ്. നമ്മൾ ഗ്രൂപ്പ് തിയറി പഠിച്ചു. അപ്പോൾ നാലാമത്തെ സെമിസ്റ്ററിൽ റിംഗ് തിയറിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ start with a set of all integers, and I will give the definition of the algebraic structure called ring. So if you consider the set of all integers is a, as you know, നമുക്ക് എന്തുണ്ട്, അഡിഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ അത് നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ പഠിച്ച എന്താ, ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് അല്ലേ, വിത്ത് ജനറേറ്റേഴ്സ് -1 and -1. ഇനി ഇസഡിൽ തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ ഓപ്പറേഷൻ അഡിഷന് ചില പ്രോപ്പർട്ടീസുകളുണ്ട്. നമുക്കറിയാം, ക്ലോസ്ഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ആവണം, അതായത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. പിന്നെ അവിടെ ഒരു ഐഡന്റിറ്റി എലിമെന്റ് 0 എന്ന് പറയുന്ന ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ട്. പിന്നെ എല്ലാ എലിമെന്റിനും ഇൻവേഴ്സ് ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ ഓഫ് കോഴ്സ് അസോസിയേറ്റ് ആകണം. പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഇവിടെ അഡിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. അബീലിയൻ മാത്രമല്ല, ഇവിടെ സ്ട്രക്ചർ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ്. അത് സൈക്ലിക് ആണ് അല്ലേ. സൈക്ലിക് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അബീലിയൻ ആവും. സോ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇസഡിൽ തന്നെ അഡിഷൻ അല്ലാതെ ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ ആ ഓപ്പറേഷനും കൂടെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അതും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്, നിങ്ങൾക്കറിയാം. അതും അസോസിയേറ്റീവ് ഓപ്പറേഷൻ ആണ്. ഇതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ആസ് എൻ റിംഗ് സ്ട്രക്ചർ. അപ്പൊ അത് അവിടെ ഇസഡിലെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഉള്ള പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഒന്ന് മാറ്റി നിർത്തുക, അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ആ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ചേർത്ത് വായിച്ചാൽ നമുക്കൊരു റിംഗ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. റിംഗ് ആർ is a set like Z with two binary operations. We will call that binary operations addition and multiplication. It need not be the usual integer addition or integer multiplication, or even it need not be the real number multiplication or addition, but it can be any set. There is two operations, one called addition and the other called multiplication, such that it satisfies the following condition: a plus b equal to b plus a. അവിടെ അഡിഷൻ എന്ന് വിളിക്കാൻ കാരണം കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവിടെ നമ്മൾ നെസസറി ആക്കി. ഇനി അഡിഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. പിന്നെ ഒരു അഡിഷൻ ഒരു ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ 0 എന്ന് തന്നെ വിളിച്ചു അല്ലെ. അപ്പൊ ഇസഡിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ നൊട്ടേഷൻസ് ആർബിട്രറി സെറ്റിലും നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, നമുക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഇതിനൊക്കെ നമുക്ക് ഫാൻസി നൊട്ടേഷൻസ് കൊടുക്കാം, പക്ഷേ ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ ഇസഡിനെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ 0 എന്നുള്ള നൊട്ടേഷൻ തന്നെ കൊടുത്തു. ഇനി ഐഡന്റിറ്റി എലിമെന്റിന്റെ പ്രോപ്പർട്ടി ഇതായിരിക്കണം. സോ ഓരോ എലിമെന്റിനും ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ആ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എലിമെന്റിനും നമുക്കൊരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അത് -a എന്ന് ഡിനോട്ട് ചെയ്തു. That also comes from the familiar notation to satisfy this condition. And the multiplication, the operation called multiplication, is associative. And the multiplication and addition, അതിന് പരസ്പരം ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. a into b plus c is equal to ab plus ac. b plus c into a is equal to ba plus c. ഇതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് distributive properties എന്ന് വിളിക്കാറുണ്ട്. ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. ഇതും നമുക്ക് ഇൻഡിജേഴ്സിൽ നിന്ന് അറിയാവുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, റിംഗ്. ഇനി ഇസഡില് വേറെ നമ്മൾ ഇതിൽ ഉൾപ്പെടാത്ത വേറെ ചില പ്രോപ്പർട്ടീസും ഉണ്ട് ഇസഡിന് അല്ലേ. സോ
Z has 1 അല്ലേ? സോ ഒന്നിനെ ഞാൻ യൂണിറ്റ് എലിമെന്റ് എന്ന് വിളിക്കാം. യൂണിറ്റ് എലിമെന്റ്. ഒന്നിന്റെ പ്രത്യേകത എന്താ? ഏതൊരു ഇൻറ്റിജർ എടുത്താലും അത് ഒന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയായിരിക്കും. ഇനി മാത്രമല്ല, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ? എം ഇൻറ്റു എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എമ്മിന് ഈക്വൽ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 6 പ്രോപ്പർട്ടിയുടെ കൂടെ 7ാമതൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നു. ഇത് ഡെഫിനിഷൻ, റിങ്ങിന്റെ ഡെഫിനിഷനിലില്ല, ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നു. 7ാമത്തെ പ്രോപ്പർട്ടി, there is an element called a unit element. Satisfying the a into 1 is equal to a for all a element of R. ഇനി ഇത്തരം റിങ്ങിനെ വിളിക്കുന്ന പേര്, നമ്മൾ നേരത്തെ റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അഡീഷണൽ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിനെ റിംഗ് വിത്ത് യൂണിറ്റി എന്ന് വിളിക്കും. റിംഗ് വിത്ത് യൂണിറ്റി, റിംഗ് വിത്ത് യൂണിറ്റി, റിംഗ് വിത്ത് യൂണിറ്റി, യൂണിറ്റ് എലിമെന്റ്. സോ എട്ടാമത്തത് പിന്നെന്താ? മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ്. ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ഇഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, that is AB is equal to BA for all A comma B belongs to R, then R is called a commutative ring. Unit, so there is a slight, I think, unit or unity, I have to verify, just a minute. So it is unity, not unit. Let me correct it. It is a unity. Unity. One is called unity, not unit element. Unity എനിക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കണം. റിംഗ് വിത്ത് യൂണിറ്റി. യൂണിറ്റി എലിമെന്റ് എന്ന് പറയാറില്ല, റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ റിംഗ് വിത്ത് യൂണിറ്റി. Okay, so it is called a commutative ring with commutative ring. So this is ring with unity. അപ്പോൾ Z എടുത്തു കഴിഞ്ഞാൽ, സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾസിൽ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് Z is Z with respect to the usual addition and multiplication is a commutative ring with unity. So Z is a commutative. Z ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്നുള്ളതിൽ നിന്നും ഉണ്ടായി അതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. മൾട്ടിപ്ലിക്കേഷനൂടെ ചേർന്നപ്പോൾ അത് കുറച്ചുകൂടെ വേറൊരു സ്ട്രക്ചറായി മാറി. അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. സോ സെക്കൻഡ് എക്സാമ്പിൾ. അപ്പോൾ ആദ്യം ഈ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി മോർ ആൻഡ് മോർ എക്സാമ്പിൾസ്. So what is our second example? Our second example will be the usual one. We know Zn അല്ലേ? Zn എന്താ? Zn എന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് മോഡുലോ n അല്ലേ? Zn വിളിക്കുന്ന പേര് റെസിഡ്യൂ ക്ലാസ് മോഡുലോ n. അതിനകത്തുള്ള എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2 എക്സെട്ര n-1. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻസ്. നിങ്ങൾക്കറിയാം 0 എന്ന് പറയുന്നത് 0 ബാർ എന്ന് പറയുന്ന അല്ലേ? നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷൻ ആണ് 0 റിപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 1 റിമൈൻഡർ വരുന്നത് എക്സെട്ര n-1 റിമൈൻഡർ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെ Zn എന്ന് പറയുന്ന റെസിഡ്യൂ ക്ലാസ് മോഡുലോ n എന്ന് പറയുന്ന സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് കണ്ടെയ്നിങ് n എലിമെന്റ്സ്. അവിടെയും നിങ്ങൾ ഓപ്പറേഷൻ പഠിച്ചു, അഡിഷൻ മോഡുലോ n
ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n. നമ്മൾ എഴുതുമ്പോൾ ആ ഒരു സബ്സ്ക്രിപ്റ്റ് n ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് എഴുതുക അല്ലേ, n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറിലേക്ക് എഴുതുക, അപ്പോഴാണ് അഡിഷൻ. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് വി നോ ദാറ്റ് from the third semester we know that this set together with addition is a cyclic group, അല്ലേ, cyclic group with several generators, with generators. ഇങ്ങനെയാണ് അതിൻ്റെ ജനറേറ്ററിൻ്റെ പ്രത്യേകത. generators a with a, n റിലേറ്റീവ്ലി പ്രൈം, അല്ലേ, എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതൊരു എ എടുത്താലും ഇസഡ് ജനറേറ്റ് ചെയ്യും. സോ എ മീൻസ് എ ബാർ. അവിടെയൊക്കെ നൊട്ടേഷൻ മനസ്സിലാക്കുക, എ ബാർ ആണ്, പക്ഷേ വി വിൽ യൂഷ്വലി റൈറ്റ് ഇറ്റ് ആസ് എ, റൈറ്റ്. സോ സിമിലർലി അവിടെ യു എൻ പഠിച്ചു അല്ലേ, യു ഓഫ് എൻ എന്നാണോ യു എൻ എന്നാണോ നമ്മൾ നൊട്ടേഷൻ കൊടുത്തത്? യു ഓഫ് എൻ എന്നാണ് അല്ലേ, യൂണിറ്റ്സ്, അതിനകത്തുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ ഇസഡ് എൻ. വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് യു ഓഫ് എൻ? ഇതിപ്പോൾ ഇവിടെ എനിക്ക് നേരിട്ട് ആവശ്യമില്ലെങ്കിൽ പോലും പി ഓഫ് എൻ അല്ലേ, അതായത് നമ്പർ ഓഫ് എലിമെന്റ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. സോ ഇങ്ങനെയുള്ള യു എൻ അവിടെ ഉണ്ട്. യൂണിറ്റ്സിനെ ഇതിനെന്താ വിളിക്കുക? യു ഓഫ് എന്നിനെ വിളിക്കുന്ന പേരെന്താ? യു ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ഈസ് എ എന്താ ഗ്രൂപ്പ് അല്ലെ, അബീലിയൻ ഗ്രൂപ്പ്. ഇത് എപ്പോഴും സൈക്ലിക് ആകണമെന്നില്ല. അതിനുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി ഓഫ് എൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെയും ഇസഡ് എന്നിനെ ഈ രണ്ട് ഓപ്പറേഷനൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പഠിച്ച പ്രോപ്പർട്ടീസുകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസഡ് എൻ വിത്ത് റെസ്പെക്ട് ടു ദീസ് ടു ഓപ്പറേഷൻ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. അവിടുത്തെ യൂണിറ്റി ഏതാ? 1 എന്ന് പറയുന്ന എലിമെന്റ് അല്ലേ, 1 ആണ് അവിടുത്തെ യൂണിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് പറയാവുന്ന സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അവിടെ വേറൊരു കാര്യം, അടുത്ത എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് ഒരു റിമാർക്ക്. ഇഫ് ആൻ എലിമെന്റ്, റിമാർക്കിടെ ഞാൻ നമ്പർ 101 എ എന്ന് കൊടുക്കാം. ഇഫ് ആൻ എലിമെന്റ് എ ബിലോങ്സ് ടു ആർ as a multiplicative inverse, what is the meaning of multiplicative inverse? That means there exists b element of R with AB is equal to 1 is equal to BA. അല്ലേ, അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ then A is called a unit element. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ യൂണിറ്റ് എന്ന് ഞാൻ തെറ്റായ പേര് ഉപയോഗിച്ചു. യൂണിറ്റ് എലിമെന്റ് മീൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെന്റ്സ്. യൂണിറ്റി മീൻസ് ദ വൺ അല്ലെ, ഐഡന്റിറ്റി എലിമെന്റ് ആയ യൂണിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി 0 ഓൾറെഡി ഉണ്ട്, ഡെഫിനിഷൻ തന്നെ ഉണ്ട്. പക്ഷെ ഒരു റിംഗില് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അസച്ച് വേണമെന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ദയർ, ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്റി, റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഇസഡിൽ ഇപ്പൊ ഇവിടെ ഇൻ ഇസഡ്, ഞാൻ ഇസഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഇൻ ഇസഡ് what are the unit elements? ഞാൻ ഈ വീഡിയോ ലെക്ചറുകളിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളോട് ഇതുപോലെ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനും നിങ്ങളെ എക്സ്പ്രഷനിൽ നിന്നും കാര്യങ്ങൾ എനിക്ക് മാറ്റി പറയാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒരു വീഡിയോ ലെക്ചർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ഒരു ഓൺലൈൻ ലൈവ് എടുത്താൽ പോലും
ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്യുക, തിങ്ക് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ആൻഡ് യു ഫസ്റ്റ് മേക്ക് യുവർ ഓൺ കൺക്ലൂഷൻസ്, യുവർ ഓൺ ആൻസേഴ്സ്, ദെൻ കണ്ടിന്യൂ ദ വീഡിയോ. അല്ലാതെ മുഴുവൻ വീഡിയോ അതുപോലെ തന്നെ കേട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ തിങ്കിങ് ലെവലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺക്ലൂഷൻസ് ഉണ്ടാക്കാനുള്ള സ്കില്ലോ വരില്ല. അതുകൊണ്ട് whenever I pose a question, you pause the video. Okay, so okay, so think about this. What are the unit elements? Of course, എളുപ്പം പറയാവുന്ന രണ്ട് യൂണിറ്റ് എലിമെന്റ്സ് എന്ന് പറയുന്നത് 1 അല്ലേ, 1 into 1 1 ആയതുകൊണ്ട് 1 is a unit element. ഇനി -1 into -1 is 1. That means -1 is a unit element. അല്ലേ, പ്രൊഡക്റ്റ് ഐഡന്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടുന്ന തരത്തിലുള്ള എലിമെന്റുകളെയാണ് യൂണിറ്റ് എലിമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 and -1 are unit element. Is there exists any? So 1 and -1 are unit elements. Is there anything else? The answer is no. Why? Why you should fill? That is an exercise. So we are talking about integers. So can you get any other element whose product becomes 1? Okay. So similarly, what about in Zn? The unit elements are multiplicative inverse ഉള്ള എലിമെന്റ്സ് അല്ലേ, ആർ പ്രീസൈസ്ലി യു ഓഫ് എൻ. അതുകൊണ്ടാണ് അതിനെ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിച്ചത് അല്ലേ. എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലിമെന്റുകളുടെ കളക്ഷൻ എടുത്താൽ അതാണ് അവിടുത്തെ യൂണിറ്റ് എലിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. So as a side note, you can see that in Z also 1, -1 is a group, multiplicative group. With respect to multiplication, അതൊരു ഗ്രൂപ്പാണ്. 1, -1 is a group which is isomorphic to, group isomorphic to Z2. നിങ്ങൾ തേർഡ് സെമ്മിൻ്റെ എക്സാം വന്നിട്ടില്ല, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പഠിച്ചതാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. 1, -1 is a group and it is so there is a good question, find a group isomorphism between Z1 -1 with respect to multiplication and Z2 with respect to addition modulo 2. ഇതൊക്കെ എൻ്റെ ഈ കോഴ്സിൽ ആവശ്യം ഇല്ല, എന്നാലും നമ്മൾ ഗ്രൂപ്പ് തിയറി ഇപ്പം നമ്മുടെ ഉള്ളിലുണ്ട്, അതും നമുക്ക് കളഞ്ഞിട്ടില്ല. നമ്മൾ പരീക്ഷ കഴിയുമ്പോഴാണല്ലോ ഇതെല്ലാം കളയുന്നത് അല്ലേ. വൺസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ അവിടെ കൊണ്ടിങ്ങനെ എന്താ പറയുക, ഞാൻ സാറിന് പറയേണ്ട അവിടെ കൊണ്ട് എന്താ പറയുക ഒമിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ. പക്ഷെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ പരീക്ഷ കഴിയാത്തതുകൊണ്ട് ഐ ക്യാൻ റിലേറ്റ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാ, എല്ലാവരും അങ്ങനെയൊന്നും ആവണമെന്നില്ല. These are all things we can keep in our mind for our future life. Anyway, so അപ്പോൾ ഇതാണ് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളൂടെ നോക്കണം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, I don't know whether it is familiar to you, but yeah. So this one. Is my third example. So what is that? Z of x. So Z of x is a collection of all polynomials in the variable x with integer coefficients under ordinary addition and multiplication is a commutative ring with unity f of x is equal to 1. പറയാം.
അപ്പോൾ ഇവിടുത്തെ എലിമെന്റ്സ് എന്തൊക്കെയാണ്? സോ പോളിനോമിയൽസ് നമ്മൾ സാധാരണ പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്നൊക്കെയാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഏതൊരു ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് ആണ്. ഇസഡ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പോളിനോമിയൽ വിത്ത് ഇൻഡിജർ കോഫിഷ്യന്റ്. ഉദാഹരണത്തിന് 1 + x. ഇറ്റ്സ് ആൻ എലിമെന്റ് ഓഫ് ഇസഡ് ഓഫ് എക്സ്. q of x is equal to x square plus 1. It's an element of z of x. So ഇതൊരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആണോ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണോ? ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് അല്ലേ? നമുക്ക് ഏത് ഡിഗ്രി വരെ വേണമെങ്കിലും പോവാം, എത്ര ഡിഗ്രി പോളിനോമിയൽ വേണമെങ്കിലും പോവാം. ഈവൻ ഡിഗ്രി 1 ആയിട്ടുള്ള തന്നെ ഇൻഫൈനൈറ്റ്ലി മെനി പോളിനോമിയൽസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഇൻഡിജർ കോഫിഷ്യൻസ്. ഓക്കെ, so what is the addition there? What is p of x plus q of x? P of x plus q of x is the polynomial. ആഡ് ചെയ്യുമ്പോൾ അത് ബൈനറി ആണെങ്കിൽ ആഡ് ചെയ്ത് കിട്ടുന്നത് ഒരു പോളിനോമിയൽ ആയിരിക്കണം അല്ലേ? It is the polynomial x square plus x plus 2, right? It is an element of z of x. So what is the multiplication? P of x into q of x is usual multiplication ആലോചിച്ചാൽ മതി. x plus 1 into x square plus 1, which will give you x cube plus what is that? X cube plus x square plus x plus 1, right? So this is also an element of z of x. അപ്പോൾ ഇതാണ് അവിടുത്തെ അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ. ബാക്കിയുള്ള അസോസിയേറ്റീവ് എന്നാണെന്നുള്ളതും അഡിറ്റീവ് ഇൻവേഴ്സ് പി ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് മൈനസ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? മൈനസ് പി ഓഫ് എക്സ് ഈസ് ദ പോളിനോമിയൽ -1 minus x. Okay, the operation is multiplicative, commutative, addition is commutative, associative, multiplication is commutative, so it is a commutative ring. So there is a unity. So f of x is equal to 1 എന്ന് പറയുന്ന polynomial, that is 0 degree polynomial ആണ് അല്ലേ? Degree of this f is 0. ഒരു നമ്പർ എടുത്താൽ, ഒരു ഇൻഡിജർ എടുത്താൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ if you consider it as a polynomial, okay? So actually it is 1x raised to 0. പക്ഷെ നമ്മൾ എഴുതാറില്ല സാധാരണ. So this is identity, multiplicative identity. So it has unity. So it is a ring with unity. So side question, find the units in z of x. എനിക്ക് തോന്നുന്നു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നൊട്ടേഷൻ മറ്റതിൻ്റെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ യൂണിറ്റ്സ് ഇൻ z of x ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതെന്താണ്? u of z of x. പോസ് ചെയ്യുക, ആലോചിക്കുക. what are the units in u of z of x? ഒബ്വിയസ്ലി z 1 മൈനസ് 1 ഉണ്ട് അല്ലേ? എളുപ്പം പറയാൻ കിട്ടുന്ന രണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ 1 -1. കാരണം ഇത് പോളിനോമിയൽ ആണ്. ഞാൻ പറഞ്ഞു ഏതൊരു ഇൻഡിജർ എടുത്താലും യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ഡിഗ്രി 0 പോളിനോമിയൽ. ഇപ്പോൾ 1 ഈസ് എ ഡിഗ്രി 0 പോളിനോമിയൽ ബിലോങ്സ് ടു z of x and it is a unit. -1 also. Now apart from this, can you find a unit? So the answer is no. I'll give a proof. Suppose p of x is a unit element, then there exists unit element ആണെങ്കിൽ q of x element of z of x with p of x into q of x is equal to 1. ഇതിന്റെ പ്രൂഫിന്റെ ഐഡിയ വരുന്നത് ആലോചിക്കാവുന്ന ഇങ്ങനെയാണ്. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 ഏതെങ്കിലും ഒരു ക്യൂ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുമോ? കിട്ടില്ല എന്ന് നിങ്ങൾ പറയും. പക്ഷെ റീസൺ എന്താ പറയാ? ഹിയർ ഈസ് ദ റീസൺ. സോ ദെൻ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്? അത് ഡിഗ്രി ഓഫ് 1 ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ഡിഗ്രി ഓഫ്, ടു ആഡ് വൺ പേജ്,
ഇനി ഈ പോളിനോമിയൽസ് നിങ്ങൾ പണ്ട് +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പഠിച്ചോ? ഗ്രൂപ്പ് പഠിച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇസെഡ് ഓഫ് എക്സിലെ പോളിനോമിയൽസിന്റെ പ്രത്യേകത അനുസരിച്ച് ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ്. നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് വെരിഫൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി 1, ഇതിന്റെ ഡിഗ്രി 2, പ്രോഡക്റ്റിന്റെ ഡിഗ്രി 3 അല്ലേ? അപ്പം ആ ഡിഗ്രികൾ ആഡ് ചെയ്യും. അപ്പോൾ ഡിഗ്രി ഓഫ് 1 എന്ന് പറയുന്നത് 0. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട്? ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലെ? നെഗറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല നമ്മുടെ ഇത് വെച്ചിട്ട്. അപ്പോൾ നെഗറ്റീവ് ഡിഗ്രി വരാത്തത് കൊണ്ട് രണ്ട് നോൺ നെഗറ്റീവ് നമ്പറിന്റെ സം 0 ആകണമെങ്കിൽ that means what? Degree of p of x is equal to 0, degree of q of x is equal to 0. So that means p of x and q of x are constant polynomial. That means integers. Degree 0 polynomials എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് 2 ഒരു പോളിനോമിയൽ ആണ്, 3 ഒരു പോളിനോമിയൽ ആണ്, -2 ഒരു പോളിനോമിയൽ ആണ്, ഡിഗ്രി 0 പോളിനോമിയൽസ് ആണ്. അപ്പോൾ ഇന്റിജേഴ്സിൽ യൂണിറ്റ്സ് ഏതൊക്കെയുള്ളൂ? ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഇന്റിജേഴ്സ്. അപ്പോൾ ഇന്റിജേഴ്സിന്റെ പ്രൊഡക്റ്റ് 1 ആണെങ്കിൽ എന്താ? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 or -1 and q of x, or I will write it as p of x is equal to 1, q of x is equal to 1, or p of x is equal to -1, q of x equal to -1. That completes the verification. അപ്പോൾ ഇസഡ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ യു ഓഫ് ഇസഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇറ്റ് ഈസ് ആൻ എക്സസൈസ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ആഡ് ദിസ് ഓൾസോ സെറ്റ് 1 -1. നോട്ട് ദാറ്റ് യു ഓഫ് ഇസഡും സെറ്റ് 1, -1 തന്നെയാണ്. Okay, so this is an infinite ring, commutative ring with a unity. Now my fourth example. Okay, this is also an important example. Matrices. Okay, so what is M2 of Z? M2 of Z is set of all 2x2 matrices with integer entries. It is a non-commutative ring. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. നിങ്ങൾക്കറിയാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല ഇൻ ജനറൽ. നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ അറിയാം. അപ്പോൾ ഇതൊരു നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, ബട്ട് ദർ ഈസ് എ യൂണിറ്റി, ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇവിടുത്തെ വെരിഫിക്കേഷൻ ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടുത്തെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും എന്താ? മാട്രിക്സ് അഡിഷൻ അല്ലേ? അഡിഷൻ മീൻസ് മാട്രിക്സ് അഡിഷൻ. നമുക്കറിയാം കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ മീൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത് കോർഡിനേറ്റ് വൈസ് അല്ല കോർഡിനേറ്റ് വൈസ് അല്ല. എന്തുവാ? രണ്ട് 2x2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇ എഫ് ജി എച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഇ പ്ലസ് ബി ജി, എ എഫ് പ്ലസ് ബി എച്ച്, സി പ്ലസ് ഡി ജി, അതുപോലെ സി എഫ് പ്ലസ് ഡി എച്ച്. ഇതാണ് അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. അഡിഷൻ എന്ന് പറയുന്നത് എ ബി സി ഡി പ്ലസ് ഇ എഫ് ജി എച്ച് is equal to a plus e, b plus f, c plus g, d plus h. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, മെട്രിക്സ് അഡിഷൻ ഈസ് അസോസിയേറ്റീവ്. ഇവിടുത്തെ ഐഡന്റിറ്റി എലിമെന്റ് 0 എലിമെന്റ് ഏതാ? 0 എലിമെന്റ് എന്ന് പറയുന്നത് 0 0 0 0 ഈസ് ദ 0 എലിമെന്റ്. യൂണിറ്റി എന്ന് പറയുന്നത് ഏതാ? 1 0 0 1 ഈസ് ദ യൂണിറ്റി.
അപ്പോൾ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വിട്ടാൽ മതി, അഥവാ ഇത് വെരിഫൈ ചെയ്യാൻ വല്ലതും ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ദിസ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് അല്ലേ, ഇൻഫൈനൈറ്റ് നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. Also I think it's an exercise question. It's 102A. Question 1. Find an example of a finite non-commutative ring with unity. Question number 2. Find an example of an infinite, or even I can say finite, a finite non-commutative ring without unity. Question number 3. Find an example of an infinite non-commutative ring without unity. അപ്പോൾ ഈ 3 എക്സാം ക്വസ്റ്റ്യൻസിന് ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് എന്നിട്ട് അടുത്ത എക്സാമ്പിളിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ തന്നെ ഒന്ന് നോക്കുക. അടുത്ത എക്സാമ്പിൾ, 5ാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് the set 2z of even integers under ordinary addition and multiplication is a commutative ring without unity. അപ്പോൾ ഞാൻ ആ എക്സാമ്പിൾ ഞാൻ ചോദിക്കാത്തതിൻ്റെ കാര്യം ഓൾറെഡി ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. So the other one you can think. So it is a commutative ring without unity, correct? This is my example 102.5 അല്ലേ, 102.5. 2z with respect to ordinary addition and multiplication. അവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ വെരിഫൈ ആവുന്നേ ഉള്ളൂ, ഈസി ആയിട്ട് വെരിഫൈ ആവുന്നേ ഉള്ളൂ. ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് without unity. ഇവിടെ ഇതിന്റെ യൂണിറ്റ്സ് ഏതൊക്കെയാ? ഇതിന് യൂണിറ്റ്സ് ഉണ്ടോ? നോ, റൈറ്റ്? ഇറ്റ്സ് എംപ്റ്റി സെറ്റ്. സെറ്റ് ഓഫ് ആൾ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, എംപ്റ്റി സെറ്റാ. അപ്പം ഇതിന്റെ കഥ എന്താ? ഈ 102A അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫൈനൈറ്റ് നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. നമ്മളിപ്പോൾ ഇൻഫൈനൈറ്റ് നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി പറഞ്ഞ ഇതാണ് M2 of Z, അതായത് ഇൻഡിജർ 2x2 മാട്രിസസ് വിത്ത് ഇൻഡിജർ എൻട്രീസ്. അപ്പോൾ ഇവിടെ ഐഡിയ എന്താണെന്നറിയാവോ? ഇൻഡിജറിന് പകരം ഇതിൻ്റെ ആൻസർ എന്താ? യു കൺസിഡർ M2 of Z2. This is set of all 2x2 matrices with entries from Z2. Z2 എത്ര എൻട്രീസേ ഉള്ളൂ? 2 എൻട്രീസേ ഉള്ളൂ അല്ലേ? സോ വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് M2 of Z2? M2 of Z2 ഞാൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾ 0 0 0 0 ഉണ്ട്, 0 0 0 1 ഉണ്ട്, ഇങ്ങനെ അല്ലേ? എത്ര എൻട്രീസ് ഉണ്ടാവും? കാർഡിനാലിറ്റി എന്തായിരിക്കും ഈ റിങ്ങിൻ്റെ?
4 എൻട്രീസ് ആണ്. 4നും 2 ചോയ്സ് വെച്ചിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് മീൻസ് 16. 16 എലിമെന്റ് ഉള്ള ഒരു നോൺ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് യൂണിറ്റി ഉണ്ട്. 1001 ആണ് യൂണിറ്റി. ഇതിന്റെ യൂണിറ്റുകൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഡിറ്റർമിനന്റ് 1 ആകുന്ന മെട്രിക്സുകൾ തന്നെയാണ് നമ്മളിത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. യു ഓഫ് ഒന്ന് നോക്കുക. യു ഓഫ് M2 of Z. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ യൂണിറ്റ്സ് ഇൻ M2 of Z2. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇറ്റ് ഇസ് എ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. Now what is my second question? Find an example of a finite non-commutative ring. So this was also finite non-commutative ring with unity. Now without unity. I'm sorry. I'm really sorry. First question was find an example of a finite non-commutative ring with unity. Yes, correct. Now I need an example. Find an example of a finite non-commutative ring without unity. I am constructing. Question number 2. It should be finite. The operation should be non-commutative. Non-commutative ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് മെട്രിക്സ് തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഓക്കെ. സോ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്, നിങ്ങളേതാ എക്സാമ്പിൾ ആലോചിക്കാം. നമ്മൾ Z2 അല്ലേ ഇട്ടെ, ഞാൻ Z4 എടുക്കാം. ഓക്കെ, അപ്പം Z4 എടുത്താൽ M2 of Z4 എടുത്തിട്ട് കാര്യമില്ല. സോ ഇറ്റ് ഈസ് എ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി അല്ലേ? വിത്ത് യൂണിറ്റി. യൂണിറ്റി വരുന്നത് 1001 എന്നല്ലേ? നമ്മൾ ഇസഡിൽ നിന്ന് 2Z വന്നപ്പോഴാണ് അവിടെ യൂണിറ്റി നഷ്ടപ്പെട്ടത്. Z4 നിന്നും ഞാൻ ഇതുപോലെ Z4ലെയും 0, 2 മാത്രം എടുത്താൽ is it a ring with respect to addition modulo 4 and multiplication modulo 4? Is it a ring? എങ്ങനെ വെരിഫൈ ചെയ്യാം ഇത് റിംഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ? അപ്പോഴും നമ്മളിവിടെ ഒരു ഞാനിത് പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കൺസെപ്റ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിന്റെ കൂട്ടത്തിൽ there is a concept called subring. Okay, define subring. 106 ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. Define subring of a ring R and give examples. So what is a subring? Subring is, let R is a ring, let R be a ring and S subset of R. If S is also a ring with respect to the same addition and multiplication of R, then S is a subring of R. നമ്മൾ സബ് ഗ്രൂപ്പ് പഠിച്ച പോലെ അല്ലെ, സബ് ഗ്രൂപ്പും സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ സബ്റിംഗ് ആവാനുള്ള ഡെഫിനിഷൻ ഇതാണ്. അതായത് അത് തന്നെ ഇറ്റ്സെൽഫ് അത് തന്നെ 2Z പോലെ അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ 2Z is a subring of Z. 2Z is a subring of Z. അപ്പോൾ സബ്റിംഗ് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ദർ ഇസ് എ ടെസ്റ്റ്. ഞാനിത് പ്രൂഫ് ചെയ്യുന്നില്ല. I think you can do yourself because already നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് ഒക്കെ പഠിച്ചതുകൊണ്ട് non-only subset S of a ring R is a subring if S is closed under subtraction and multiplication. അതായത് നിങ്ങൾ റിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ റിംഗ് R ഒരു റിംഗ് ആകണമെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് പറയാവുന്ന ഡെഫിനിഷൻ R
പ്ലസ് അല്ലെ, ആർ വിത്ത് റെസ്പെക്ട് പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അപ്പൊ തന്നെ ആ റിങ്ങിന്റെ ആദ്യത്തെ കണ്ടീഷൻസ് കുറെ ആയി. പിന്നെ എന്താ റിങ്ങിന് വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. പിന്നെ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആയിരിക്കണം അല്ലെ. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ഈസ് ബൈനറി ഓപ്പറേഷൻ. നമ്മൾ ആദ്യമേ അത് പറയുന്നുണ്ട്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. പിന്നെ അസോസിയേറ്റീവ് ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. റിങ്ങിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ആർ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ബൈനറി ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അപ്പൊ ഇവിടെ നമ്മളൊരു സബ്സെറ്റിൽ സെയിം ഓപ്പറേഷനിൽ അത് റിംഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഒന്നത് അബീലിയൻ ഗ്രൂപ്പ് ആകണം. ഇൻ അതർ വേർഡ്സ് അത് ആറിന്റെ സബ് ഗ്രൂപ്പ് ആകണം അല്ലെ. അപ്പൊ സബ് ഗ്രൂപ്പിന് നമ്മളെ കണ്ടീഷൻ എന്താ? സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്താ? എയും ബിയും എസിലുണ്ടെങ്കിൽ എ ബി ഇൻവേഴ്സ് അതിനകത്ത് ഉണ്ടായാൽ മതി. പക്ഷെ ഇവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇൻവേഴ്സ് എന്താവും? എ ബി ഇൻവേഴ്സ് ഈസ് സെയിം ആസ് എ മൈനസ് ബി. ഇവിടെ ഇൻവേഴ്സ് എന്നുള്ളത് നമ്മൾ അഡിഷൻ മാറി മൾട്ടിപ്ലിക്കേറ്റീവ് നൊട്ടേഷൻ ആണ് റേസ് ടു ഇൻവേഴ്സ് അല്ലെ. അപ്പൊ അത് അഡിഷൻ ആണ് ഓപ്പറേഷൻ എങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ യൂഷ്വലി വി റൈറ്റ് മൈനസ് ബി, റൈറ്റ്. സോ അപ്പൊ അതാണ് ആദ്യം പറയുന്നത്. സബ്സ്ട്രാക്ഷനിൽ അത് ബൈനറി ആയിരിക്കണം. അതായത് എയും ബിയും ഉണ്ടെങ്കിൽ എ മൈനസ് ബി അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനിയും ഈ അസോസിയേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവും ഒക്കെ ഓൾറെഡി ഉണ്ട്. ഓപ്പറേഷൻ ഉള്ള പ്രോപ്പർട്ടി. അതിന് സബ്സെറ്റിലേക്ക് വരുമ്പോഴോ നഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ ഉള്ളത് എന്താവണം? മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആകണം. അതാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഗ്രൂപ്പ് ആണോ എന്ന്, സബ് റിംഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും എന്തായാൽ മതി? ബൈനറി ആയാൽ മതി അല്ലേ. ഇവിടെ എ ബി ഇൻവേഴ്സ് എന്നുള്ളതിന് ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് എ മൈനസ് ബി എന്നാണ്. അതാണ് ആ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പേര് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് സബ് റിംഗ് ടെസ്റ്റ്. 2Z അത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 2Z രണ്ട് എലിമെന്റ് എനിക്ക് 2m 2n എന്ന് വിളിക്കാം അല്ലെ. അതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്ത് വരും? 2m മൈനസ് 2n എടുത്തു കഴിഞ്ഞാൽ 2 into m മൈനസ് n ആവും. ദാറ്റ് ഈസ് എൻ എലിമെന്റ് ഓഫ് 2Z. ഈ 2m into 2n എന്ന് പറയുന്നത് 4n. ദാറ്റ് ഈസ് ആൾസോ ആൻ എലിമെന്റ് ഓഫ് 2Z. So by the subring test, 2Z is a subring of Z. Similarly, now we will come back to our original example. What was our question? This one, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, you can form a table with respect to subtraction and with respect to multiplication. 0, 2, 0, 2, 0, 2, 0, 2. 0 minus 0, 0. 0 minus 2 എന്താ? മൈനസ് 2. മൈനസ് 2 എന്ന് പറഞ്ഞാൽ Z4 എന്താ? 2 ആണ് അല്ലെ. 2 plus 2 അല്ലേ 0. 0 വരും. മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2നോട് ഏത് ആഡ് ചെയ്താൽ 0 കിട്ടും. സോ ഇറ്റ് ഈസ് 2. 0 minus 2 is minus 2, which is 2. 2 minus 0 is 2. 2 minus 2 is 0. So that means from the table it is closed. 0 into 0, 0, 0, 0. 2 into 2, 4, 4 is 0. So that means multiplication is so. So by subring test, 0, 2 with respect to addition modulo 4 and multiplication modulo 4 is a subring of Z4. ഈ അഡിഷൻ മോഡുലോ ഒന്നും എഴുതണ്ട കേട്ടോ. ഓപ്പറേഷൻ നിങ്ങൾക്ക് അവിടെ വ്യക്തമാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. Now what is our original question? Now you consider M2 of this 02. എന്ന് വെച്ചാൽ നമ്മളെ യൂഷ്വൽ ഇൻഡിജേഴ്സ് അല്ല, ആസ് എ സബ്റിംഗ് ഓഫ്. ഞാൻ നൊട്ടേഷൻ കൊടുക്കുക എസ്. M2 of S. Then it is a
non-commutative finite non-commutative ring without unity. യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ യൂണിറ്റ് എലിമെന്റ്സിനെ പറ്റി ആലോചിക്കണ്ടല്ലോ അല്ലേ? So you have to verify it. It also contains how many elements? It also contains 16 elements, right? You have to verify this. I'm not sure actually. I didn't verify, but intuitively I am telling you. But it should be right, I think. But yeah. Anyway, it needs a verification. It needs a why there is no. So one immediate answer is that I'll tell you. You take it A, B, C, D. Direct നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. കുറെ എഴുതണം. പക്ഷെ അതിന് പകരം if A, B, C, D, E, F, G, H element of M2 of S, what is the product? So actually what I meant is oh sorry, this is not the question I wanted to ask. So if I is the unity, then A, B, C, D into I should be A, B, C, D, right? Now there are number of ways to think. Okay, anyway, I am not getting an easy online argument, but you just write it and verify. If I get some simple argument, I will let you know. So anyway, this should be an example. So what was our third one? Find an example of an infinite non-commutative ring without unity. Here now you got the idea. What will be the example? Question number 3. It should be M2 of 2Z, right? M2 of 2Z. Okay, so you just write it and verify. You will continue the remaining things in the next video. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please post your doubt on in the classroom or I know do not prefer WhatsApp. അതുപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ വാട്സപ്പിനെക്കാളും പ്ലീസ് മേക്ക് എ കോൾ. കോൾ ചെയ്യുന്നതാണ്. ഞാൻ വാട്സപ്പ് റെസ്പോൺസ് പൊതുവെ കുറവാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയണില്ല, ബട്ട് ടൈമിലി ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ എനിക്ക് കോൾ വിളിക്കുന്നതാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കോൾ ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് എല്ലാ കോളും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും. വാട്സപ്പുകൾ കഴിവതും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് കുറയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇതും ക്ലാസ് റൂമിൽ ഇടുവാണെങ്കിൽ അതായിരുന്നു സൗകര്യം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിന് കാര്യം. ഓക്കെ, we continue in the next video.